സ്ത്രീകളുടെ ജനാപത്ത് കുളിയുടെ രൂപം പറയാമോ? നീളമുള്ള മുടി ഉള്ളവരാണെങ്കിൽ അത് കെട്ടിവെച്ചത് അയക്കേണ്ട ആവശ്യമില്ല എന്ന് കേട്ടു. മുടി ഉണങ്ങുവാൻ പ്രയാസമുള്ളവരാകുമ്പോൾ അപ്പോൾ നെറുകയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകുമോ? എങ്കിൽ എത്ര തവണ ഒഴിക്കണം എന്നൊക്കെയാണ് ശ്രോതാവിൻ്റെ സംശയം. ജനാപത്ത് കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജനാപത്ത് കുളിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപവും അതുപോലെ തന്നെ മതിയായ രൂപവും രണ്ട് രൂപങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ഉളു എടുക്കുക, നമസ്കാരത്തിന് ഉളു എടുക്കുന്നത് പോലെ ഉളു എടുക്കുക. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ കഴുകുക. അതിനുശേഷം ഉളു എടുക്കുക. ഉളു എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ തലയിലൂടെ ഒഴിക്കാം. അത് വലത് ഭാഗത്ത് ആദ്യം പിന്നെ ഇടത് ഭാഗത്തും വെള്ളം ഒഴിച്ചിട്ട് സാധാരണ കുളിക്കുന്നത് പോലെ കുളിക്കാം. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി നല്ല നീളമുള്ള മുടിയാണെങ്കിൽ ആ മുടി മുഴുവനായിട്ട് കഴുകേണ്ടതുണ്ടോ, അത് മുടഞ്ഞിട്ട മുടിയൊക്കെ ആണെങ്കിൽ അത് അഴിച്ചു മാറ്റി പൂർണ്ണമായിട്ട് കഴുകേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇതിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എൻ്റെ മുടി ധാരാളം മുടിയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സമയത്തും അഴിക്കുക എന്നത് പ്രയാസകരമാണ്. അപ്പോൾ ഞാൻ എന്താണ് ജനാപത്ത് നിന്ന് കുളിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്റെ തലയിലൂടെ 3 പ്രാവശ്യം വെള്ളം എടുത്തൊഴിച്ചാൽ മതി, അത് നിനക്ക് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്, തലയുടെ ഓട് നനയുക എന്നതാണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ നീളമുള്ള മുടിയാണെങ്കിൽ, പിന്നെ നല്ല നീളമുള്ള മുടിയാണെങ്കിൽ മുടി മുഴുവനും നനയേണ്ടതില്ല, തലയുടെ ഓട് നനയുക എന്നുള്ളതാണ്. അതൊരു പ്രാവശ്യം വെള്ളമൊഴിച്ചാലും പറ്റും. ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം 3 തവണ തലയിലൂടെ വെള്ളമൊഴിച്ചിട്ട് തലയുടെ ഓട് എന്ന മുടിയുടെ അടിഭാഗം കൃത്യമായി വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ജനാപത്തിൽ നിന്ന് കുളിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ ഇളവ് സ്ത്രീകൾക്ക് ഉള്ളത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധം അതുപോലെ തന്നെ സ്ഖലനം പോലെയുള്ള വലിയ അശുദ്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവർ കുളിക്കുന്ന സന്ദർഭത്തിൽ മുടി അഴിച്ചിടേണ്ട കാര്യമില്ല, ആ തലയുടെ ഓട് മാത്രം നനയുന്ന രൂപത്തിൽ കഴുകിയാൽ മതി. എന്നാൽ ആർത്തവം അതുപോലെ തന്നെ പ്രസവരക്തം ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് കുളിക്കുന്നതെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് മൊത്തത്തിൽ കഴുകണം എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലയുടെ ഓട് നനയുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ഒക്കെ തലയുടെ മുകളിലൂടെ വെള്ളം ഒഴിച്ചിട്ട് വിരലുകളെ പിന്നെ തലയുടെ ഓട്ടിലേക്ക് നനച്ച് തലയുടെ പിന്നെ മുടി മുളക്കുന്ന ഭാഗം അടിഭാഗം എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട്, നനഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കുളി ശരിയാകണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നീളമുള്ള മുടിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാപത്തിൽ നിന്നൊക്കെ കുളിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം അഴിച്ചു മാറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷേ തലയുടെ ഓട് ഭാഗം അടിഭാഗം നിർബന്ധമായിട്ടും നനഞ്ഞിരിക്കണം, ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അത് അനുവദനീയമാണ് എന്നതാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം.